നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. 12 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിൽ സ്കൂൾ വാൻ മറിഞ്ഞ് വാഹനത്തിലുണ്ടായിരുന്ന 12 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് വിവരം. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ വനിതാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. മരമുറി അന്വേഷിക്കാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി. പത്തനംതിട്ട കൊച്ചുകോയിക്കൽ ചൊവ്വാഴ്ചയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയടക്കം ആക്രമിച്ചതായി പരാതി ഉയർന്നത്. ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സുരേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്മു ഉദയൻ എന്നിവരടക്കം 4 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. CPM പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. എന്നാൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടും മൂഴിയാർ പോലീസ് കേസെടുക്കുന്നില്ലെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. പോക്കറ്റിൽ വെച്ചിരുന്ന ഫോൺ പൊട്ടിത്തെറിച്ചു. യുവാവിന്റെ കൈക്കും കാലിനും വിള്ളൽ. കാസർഗോഡ് കള്ളാറിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് അപകടം. യുവാവിന്റെ കൈക്കും കാലിലും പൊള്ളലേറ്റു. കള്ളാർ സ്വദേശി പ്രജിൽ മാത്യുവിനാണ് പൊള്ളലേറ്റത്. ഇയാൾ ഉപയോഗിച്ചിരുന്ന ഓപ്പോ A5s ഫോണാണ് പൊട്ടിത്തെറിച്ചത്. പാന്റിന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന ഫോൺ പെട്ടെന്ന് ചൂടായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഫോൺ പൂർണ്ണമായും കത്തിയ നിലയിലാണ്. കൈക്കും കാലിനും പൊള്ളലേറ്റ പ്രജിൽ മാത്യു ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. സംഭവത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കാനാണ് യുവാവിന്റെ തീരുമാനം. നീറ്റ് പരീക്ഷയിൽ മാർക്ക് കുറവ്. വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. നീറ്റ് പരീക്ഷാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ 2 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിലുള്ള വിഷവുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് അറിയിച്ചു. രാജസ്ഥാനിലെ ദോസ, കോട്ട എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. വിദ്യാർത്ഥികളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബങ്ങൾക്ക് വിട്ടു നൽകും. മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റി. ശനിയാഴ്ച നടത്താനിരുന്ന 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റി. ചടങ്ങ് ഈ മാസം 9-ന് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 9-ാം തീയതി വൈകിട്ടായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് വനാഘോഷമാക്കാനാണ് തീരുമാനം. ഇതിനു മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജിക്കത്ത് നൽകിയിരുന്നു. രാജി സ്വീകരിച്ച രാഷ്ട്രപതി പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ പ്രധാനമന്ത്രി പദത്തിൽ തുടരാൻ നിർദ്ദേശിച്ചു. അതേസമയം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 9-ന് സത്യപ്രതിജ്ഞ ചെയ്യാനിരുന്ന TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തീയതിയും മാറ്റി. ജൂൺ 12-നാണ് നായിഡുവിന്റെ ചടങ്ങ് നടക്കുക. തർക്കത്തിനിടെ തീ കൊളുത്തി. എടപ്പാളിൽ സഹോദരിമാർ പൊള്ളലേറ്റ് മരിച്ചു. മലപ്പുറം എടപ്പാളിൽ സഹോദരങ്ങളായ വീട്ടമ്മമാർ പൊള്ളലേറ്റ് മരിച്ചു. പോത്തന്നൂർ മാണിക്യപാലം സ്വദേശികളായ ചേലത്തുപറമ്പിൽ കല്യാണി, സഹോദരി തങ്കമണി എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ 2 പേരെയും നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇരുവരും ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഭർത്താവ് മരിച്ച കല്യാണി മാണിക്യപാലത്തെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. കൂറ്റനാട് വാവന്നൂരിൽ താമസിച്ചിരുന്ന സഹോദരി തങ്കമണി മരുമകൾക്കൊപ്പം ഇന്നലെ വൈകിട്ടാണ് കല്യാണിയുടെ വീട്ടിലെത്തിയത്. ഇവിടെ വെച്ച് സഹോദരികളായ തങ്കമണിയും കല്യാണിയും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ കല്യാണി മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയെന്നാണ് വിവരം. രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് സഹോദരി തങ്കമണിക്ക് പൊള്ളലേറ്റത്. KPCC അധ്യക്ഷ സ്ഥാനം മുരളിക്ക് നൽകാമെന്ന് K സുധാകരൻ. വേണമെങ്കിൽ K മുരളീധരന് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ തയ്യാറാണെന്ന് K സുധാകരൻ വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് സ്ഥാനത്തിൽ താൻ കടിച്ചു തൂങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുരളി എവിടെ മത്സരിക്കാനും യോഗ്യനാണെന്നും മുരളി മുമ്പ് KPCC പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ എന്നും K സുധാകരൻ ചോദിച്ചു. മുരളി ഏത് പദവിക്കും യോഗ്യനാണ്. തൃശൂരിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ നടപടിയെടുക്കും. K മുരളീധരനുമായി ഇന്ന് കൂടിക്കാഴ്ചയ്ക്കില്ലെന്നും K സുധാകരൻ പറഞ്ഞു. ആലപ്പുഴയിൽ രാസലഹരിയുമായി നഴ്സിംഗ് വിദ്യാർത്ഥി പിടിയിൽ. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാളാത്ത് ജംഗ്ഷന് സമീപം വെച്ച് ആര്യാട് സൗത്ത് തൈലം തറവെളിയിൽ അനന്തകൃഷ്ണനെയാണ് 6 ഗ്രാം MDMA-യുമായി ആലപ്പുഴ ലഹരിവിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ നോർത്ത് പോലീസും ചേർന്ന് പിടികൂടിയത്. ഇയാൾ തമിഴ്നാട് സേലത്ത് നഴ്സിംഗ് പഠിക്കുകയാണ്. നാട്ടിൽ വരുമ്പോൾ ബാംഗ്ലൂരിൽ പോയി MDMA വാങ്ങി നാട്ടിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി ആലപ്പുഴ ടൗൺ ഭാഗങ്ങളിലാണ് ലഹരി വസ്തുക്കൾ വിൽക്കുന്നതിനായി ഇയാൾ തെരഞ്ഞെടുത്തിരുന്നത്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. DYSP P ബങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ DYSP P വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്.
മധ്യവയസ്കനെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ മധ്യവയസ്കൻ തൂങ്ങി മരിച്ച നിലയിൽ. കണ്ണൂർ കുറ്റൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് 53-കാരനായ രഘുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മേൽക്കൂരയിലെ കൊളുത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ലോട്ടറി വിൽപ്പനക്കാരനാണ് രഘു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് സംശയം. CPM ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഇടയ്ക്ക് രഘു രാത്രി തങ്ങാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. ജൂനിയർ വനിതാ ഡോക്ടറോട് അപമര്യാദയായി പെരുമാറി. മെഡിക്കൽ കോളേജ് ഡോക്ടർക്ക് സസ്പെൻഷൻ. തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനോട് അപമര്യാദയായി പെരുമാറിയ മെഡിക്കൽ കോളേജ് ഡോക്ടർക്ക് സസ്പെൻഷൻ. ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി ഡോക്ടർ പോളി ടി ജോസഫിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പഠനയാത്രയ്ക്കിടെ അപമര്യാദയായി പെരുമാറിയെന്ന് കാട്ടി ജൂനിയർ വനിതാ ഡോക്ടർ മെഡിക്കൽ കോളേജ് വുമൺ ആന്റി ഹരാസ്മെന്റ് ആൻഡ് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. കമ്മിറ്റിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ പരാതി സത്യമാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഉചിതമായ വകുപ്പുതല നടപടിക്ക് ശുപാർശ നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ പോളിയെ സസ്പെൻഡ് ചെയ്തത്.